അതിനിഷ്ഠൂരമായി കൊലപാതകത്തിൽ ഏർപ്പെട്ട കുട്ടികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്ന് ജുവനിൽ ഹോമിൻ്റെ മുന്നിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരും. അതേപോലെ ഇന്ന് ഷഹബാസ് പരീക്ഷ എഴുതേണ്ട സ്കൂളാണ് താമരശ്ശേരിയിലെ MJH സ്കൂള്. ഈ സ്കൂളിൻ്റെ മുന്നിൽ നമുക്ക് സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ കൂടി ചേരും. ആദ്യം രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ, പ്രതിഷേധക്കാരെല്ലാം പിരിഞ്ഞുപോയോ? ഇപ്പോൾ സമാധാനമായ അന്തരീക്ഷത്തിൽ പരീക്ഷ നടക്കുകയാണോ? നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് മുന്നിലാണ്. ഈ കാണുന്ന കോമ്പൗണ്ടിനകത്ത് പ്രത്യേകം കേന്ദ്രീകരിച്ചിരിക്കുന്ന സെന്ററിലാണ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8:30 കൂടിയാണ് കോഴിക്കോട് DO ആയിട്ടുള്ള അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ ഈ പരീക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചത്. 8:00 കൂടി അദ്ദേഹം പരീക്ഷാ പേപ്പറുമായി ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് 9:00 കൂടിയാണ് മറ്റിടങ്ങളിൽ പരീക്ഷ ആരംഭിച്ച അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ആ പ്രതികൾ പരീക്ഷ എഴുതാൻ ആരംഭിച്ചിരിക്കുന്നത്. SK സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായത്. നിലവിൽ ശാന്തമാണ് കാര്യങ്ങൾ. പ്രതിഷേധക്കാരെ എല്ലാം ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷവും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ KSUവിൻ്റെയും അതോടൊപ്പം തന്നെ MSFൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം ഉണ്ടായത്. SK നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 തവണ പ്രവർത്തകർ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുകയുണ്ടായി. KSU പ്രവർത്തകർ ആദ്യം 2 പേർ കയറി. അവരെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. അല്പസമയം മുമ്പാണ് KSUവിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതാണ്ട് 10ഓളം പ്രവർത്തകർ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് മതിൽ ചാടി ഇതിൻ്റെ അകത്തേക്ക് കയറുകയും അവിടുന്ന് മുദ്രാവാക്യം വിളികളോടെ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തത്. ആ പ്രവർത്തകരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വീണ്ടും യൂത്ത് കോൺഗ്രസ് ഇവിടേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ഹോമിന് മുന്നിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കൂടുതൽ പോലീസ് വിന്യാസം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ക്രമസമാധാന പാലനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തെയാണ് പോലീസ് ഒരു പരിധിവരെ തടയാൻ ശ്രമിച്ചത്. അപ്പോഴും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസിന് നേരെ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും പരീക്ഷ സമാധാനപരമായി അതിൻ്റെ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷഹബാസ് കൊലക്കേസിലെ 5 പ്രതികളാണ് ഇപ്പോൾ ജുവനൈൽ ഹോമിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രതിഷേധത്തിന് നൽകിയത് ഇന്ന് ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്ന താമരശ്ശേരിയിലെ MJH സ്കൂളിൻ്റെ മുന്നിൽ സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, വളരെ കണ്ണീരുണങ്ങിപ്പിടിച്ച പരീക്ഷാ ഹാളായിരിക്കുമല്ലോ അത്, പറയൂ. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹൃദയവേദനയോട് കൂടിയാണ് സഹപാഠികളൊക്കെ ഇന്ന് ഈ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 49-ാം നമ്പർ മുറിയിലാണ് ഇതിൻ്റെ പരീക്ഷാ ഘട്ടത്തിലേക്ക് ഒക്കെ, അതായത് ഇതിൻ്റെ ടെസ്റ്റ് പരീക്ഷകളൊക്കെ നടന്ന വേളയിലൊക്കെ ഷഹബാസിന് സീറ്റ് ലഭിച്ചിരുന്നത്. അതേ സീറ്റിൽ തന്നെയാണ് ഇന്ന് ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അവിടെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രജിസ്റ്റർ നമ്പറൊക്കെ തന്നെ ഇടുന്നു. ആ വേളയിലൊക്കെ അധ്യാപകർക്കും അതുപോലെ ഇവിടുത്തെ ജീവനക്കാർക്കും വലിയ വേദനയാണ്. ആ രജിസ്റ്റർ നമ്പർ ഷഹബാസിനെയും കാത്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും വരില്ല അറിയാം. പക്ഷേ ഷഹബാസിനായി ആ നമ്പർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ ക്ലാസ്സിലെ ഈ 49-ാം നമ്പർ മുറിയിലെ അവസാനത്തെ വിദ്യാർത്ഥിയാണ് ഷഹബാസ്. അതുകൊണ്ട് തന്നെ ആ ഡെസ്കിൽ മാത്രമല്ല ആ ബ്ലാക്ക് ബോർഡിൽ പോലും ആ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിൽ വലിയ സ്വപ്നങ്ങളുമായി എത്തിയ ആ വിദ്യാർത്ഥിയാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൽ അത്തരത്തിലുള്ള അക്രമത്തിൽ അത് കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഒരു വലിയ വേദന അധ്യാപകർക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് സഹപാഠികൾക്കെല്ലാം തന്നെയുണ്ട്. ആ ഒരു വേദനയിൽ തന്നെയാണ് MJ ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്, ഈ നാടൊന്നാകെയുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ നമ്മളോട് സംസാരിച്ചത്. ഇന്ന് തൻ്റെ മകൻ 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ പ്രതികളായ 5 പേരും ഇന്ന് പോലീസിൻ്റെ സംരക്ഷണത്തിൽ പരീക്ഷ എഴുതുകയാണ്. അതിൻ്റെ ഒരു നടുക്കുന്ന വേദന, അത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ തെറ്റായ പ്രവണത മാറണം. കോപ്പി അടിക്കുന്ന ആളുകൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്ന നാട്ടിൽ പക്ഷേ ക്രിമിനലുകളായ, അതായത് ഒരു കൊലപാതകം നടത്തിയ പ്രതികളായ ആ 5 പേർക്കും ഇത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുന്നു. അത് എന്ത് സന്ദേശമാണ് നൽകുക ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. നിറകണ്ണുകളോടുകൂടിയാണ് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത്. ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിരുന്ന താമരശ്ശേരി MJH സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് നമുക്കൊപ്പം സമീർ ചേർന്നത്. ആ ക്ലാസ് റൂം പ്രേക്ഷകരിൽ കൂടെ കണ്ടു. ഈ ബെഞ്ചിലിരുന്നാണ് ഈ ഷഹബാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഈ നരാധമന്മാർ കുട്ടിയുടെ ജീവൻ ഒടുക്കി കളഞ്ഞത്.
വളരെ ഭീകരമായ കൊലപാതകം തന്നെയാണ്. മുതിർന്നവരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കൊലയാണ് വളരെ ആസൂത്രിതമായി അരങ്ങേറിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ കുട്ടിത്തം കൈവിട്ട് മുതിർന്നവരുടെ വഴികളിൽ സഞ്ചരിക്കുന്നു. മാത്രമല്ല ഇവരുടെ വീടിൻ്റെ പശ്ചാത്തലമൊക്കെ തന്നെ ഇതിന് അനുകൂലമാണ് എന്നുകൂടിയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു, അമ്പരപ്പെട്ട് നമ്മൾ നിൽക്കുന്നു.